സതീർത്യോ 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 അവിടെ നിൽക്കുക. ആരാ? ഞാൻ സതീർത്ഥിനെ കാണാൻ വന്നതാ മഹാരാജാവേ. മഹാരാജാവോ? പിന്നെ പഠന താൻ ആരാ? ആര്? താൻ. ഞാനോ? പിന്നെ എന്തിനാ അകത്ത് കയറിയത്? ഒരടി മുമ്പോട്ട് വെക്കരുത്. പോലീസ് പിടിക്കും. വണ്ടി തിരക്കി ആ ഡോറടച്ചു. ഈ ഡോറ് നിന്റെ അപ്പനെ അടയ്ക്കണോ? സതീർത്യ സതീർത്യ അമ്മ അപ്പഴേ പറഞ്ഞത് അച്ഛന്റെ ട്രൗസർ ഇടണ്ടെന്ന്. എന്താ? ഞാൻ ആ വണ്ടിയുടെ ഡോർ അടച്ചില്ല, ശബ്ദം മാത്രം ഉണ്ടാക്കിയുള്ളൂ. ഞാനും അടച്ചില്ല, ശബ്ദം ഉണ്ടാക്കിയുള്ളൂ. ആ വണ്ടി എവിടെയെങ്കിലും പോയി ഇരിക്കട്ടെ. അയ്യോ, ആ ഡോർ തല്ലി പൊളിക്കും. ആരാ ഞാൻ? നിന്റെ അമ്മോട് ചോദിക്കി. അയ്യ, ആരാ താൻ? ഇതൊന്ന് പിടിച്ച്. എന്തിനാ? ഇറങ്ങി പോയ ട്രൗസർ കയറ്റിടാനാ. കേട്ടിട്ടു. ധനുമാസത്തിൽ ആദ്യത്തെ ബുധനാഴ്ച. ഇന്നാണ് കുചേല ദിനം. കുചേല ദിനോ? അതെ, ദരിദ്രനായ കുചേലൻ സമ്പത്തനായി തന്റെ സതീർത്യ ഭഗവാൻ കൃഷ്ണനെ കാണാൻ ചെന്ന ദിവസം. എവിടെയല്ലേ സതീർത്ഥ്യൻ? എന്താ തന്റെ തലയില്? അവല്. തലയ്ക്കകത്തല്ല, ചാക്കിൽ എന്താന്നാ ചോദിച്ചത്? ചാക്കിലോ? ചാക്കിലൊരു കാക്കിലോ അവല. പണ്ട് കുചേല കച്ചട്ടി വെച്ചു കൊണ്ടുകൊടുത്ത വിയർപ്പ് പിടിച്ച അവലല്ലത്. പാലക്കാടിന്റെ പരന്നു കിടക്കുന്ന പച്ച പിടിച്ച പർവ്വതങ്ങളുടെ പ്രദേശത്തിൽ നിന്നും പകല് മുഴുവൻ പണി കേട്ടിട്ട് പച്ചണ കച്ചി കല്ലും മണ്ടിച്ച് ഈ അവല് വെള്ളത്തിലാക്കല്ല വേല ഇത്. ഈ അവല് വെള്ളത്തിലാക്കല്ല വേല ഇത്. അല്ല, ഇതാര്? എന്റെ കൃഷ്ണന്റെ റുക്മണി ദേവിയോ? എന്നാൽ ഇവൻ ഇതിനങ്ങനെ ചാലാക്കി. ഹമാരി ബേട്ടിക്ക് കൈസാക്കി കമർദല സുനിത ബിഫ്രി കലസിത ബിഫ്രിയ. എന്താ പറഞ്ഞത്? താനെന്തായി പിച്ചും പേയും പറയണേ? ആരായാള്? പിടിച്ച് പുറത്താക്കടോ. ഒരു ന്യൂസൻസ് കയറി വന്നോളും. അതിന് പറ്റിയ രണ്ട് ബഫും സെർവൻസും. എന്നെ ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ ബംഗ്ലാവിലെ കോടീശ്വര സിദ്ധാർത്ഥൻ എന്റെ ഏക സതീർത്ഥ്യനാ. എന്റെ വലിയ മുത്തപ്പ, പിടിച്ചാലും വലുതാണ് അളയല്. ഒരു സതീർത്ഥ്യനെ കൊണ്ട് തന്നെ ഈ അവസ്ഥയിലെ കണ്ടില്ലേ? വൈറ്റ് കോളറുകാരൻ കാക്കി ഉടുപ്പിട്ട് കാക്കയെ നോക്കി ഇരിപ്പാ. അതൊക്കെ താനെന്തിനാ ഇയാളോട് പറയണത്? നാട്ടിൽ നിന്ന് അവലും കൊണ്ട് വന്നല്ലേ. നമുക്ക് സതീർത്ഥ്യനെ കാണിച്ചു കൊടുക്കല്ലേ? അങ്ങോട്ടോ ഇവിടെ. അതെ, ഒന്ന് തിരിഞ്ഞു നിന്നേ. എന്തിനാ? അതാണ് ഇവിടുത്തെ ആദിത്യ മര്യാദ. ഓഹോ, ഇതാണോ കുടകിൽ ആദ്യത്തെ മര്യാദലു? കൊള്ളാലോ. ഒന്ന് കുനിഞ്ഞു നിന്നോളൂ. മതിയോ? അങ്ങനെയല്ല, ശരിക്കും കുനിഞ്ഞോളൂ. ഭൂമിയെ തൊട്ട് വണങ്ങിക്കോളൂ. മതിയോ? ഓ, ധാരാളം. സ്പീഡ് അല്പം കുറഞ്ഞോന്നൊരു സംശയം. ആവശ്യത്തിനുണ്ട്. അകത്തേക്ക് വന്നോളൂ. ഏതോ ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത തിണ്ടിയാന്ന് തോന്നുന്നു. അയ്യോ, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഞാൻ അകത്തോട്ട് കയറി വന്നോട്ടെന്നാ. ഓഹോ, അപ്പൊ ഞാനിത് പുറത്തു പോയി നിന്നിട്ട് പറയണല്ലേ? എടാ, ഇതൊക്കെ മര്യാദക്ക് എന്നെ പഠിപ്പിച്ചെന്നൂടെ? ഞാൻ എത്ര കഷ്ടപ്പെട്ട കാശ് കൊടുത്ത് നിങ്ങളെ പഠിപ്പിക്കണേ? മനുഷ്യനെ നാറ്റിക്കാനൊക്കെ. ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല. അയ്യോ, എന്റെ ഈശ്വര രാമാനുജൻ, ഇവനൂടി ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യാൻ? നിന്ന് നിപ്പിലില്ലാട്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാ? ആൾമാറാട്ടെങ്കിൽ ആൾമാറാട്ടം. അയ്യേ, അങ്കിൾ എന്തായി കാണിക്കണേ? എങ്ങനെ ചുമച്ചിരുന്നത് ആരോ കൊതി വെച്ചു. ആരാ ഈ സിദ്ധാർത്ഥൻ എവിടെ? സിദ്ധാർത്ഥനോ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ കുഞ്ഞെ. അപ്പൂപ്പനേതാ? ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനാ. വിഷുവിന് ക്രിസ്മസ് അപ്പൂപ്പനോ? വിശ്വാസം അല്ലെങ്കിൽ നിന്റെ അപ്പൂപ്പൻ. ഇറങ്ങി പോടാ പാട്ടി. എന്റെ മുമ്പിൽ എന്തിനാണ് ഈ വേഷം കെട്ട്? നീ കൊടകലെ കുബാരനാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ കുടലിലെ പിച്ചക്കാരനാ. നിന്റെ കൊട്ടാരെവിടെ? പിന്നെ നീ ഇവിടെ? അതെന്റെ ഔട്ട് ഹൗസാ. ഞാൻ മാസത്തിൽ ഒരിക്കലും അവിടെ പോകും. കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. നല്ല സ്നേഹമുള്ള ആൾക്കാരാ അവിടെ. അതുകൊണ്ട് ഞാൻ നടന്നല്ല വന്നേ, പറന്നിങ്ങോട്ട് വന്നേ. ഇപ്പൊ നിന്നെ ആരാ അങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. നിനക്ക് നാട്ടിൽ നിന്നാ പോരെ? നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കുടലിലേക്ക് കെട്ടിയെടുത്തേ. അങ്ങനെയാണെങ്കിൽ നിന്നെ വീട്ടിൽ കെട്ടുന്ന പ്രശ്നമേ ഇല്ല. ഓ, രക്ഷപ്പെട്ടു. പ്രശ്നമൊന്നുമില്ലല്ലേ? ഇറങ്ങി പോടാ. എടാ സതീർത്യ, ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വെക്കുന്ന കൂട്ടത്തിൽ എന്റെ ഒരു പേര് എഴുതി വെക്കടാ. എനിക്ക് 4 നേരത്തെ നന്നാ മതി. പിന്നെ മാസം ഒരു 1500 രൂപയും. നിനക്കേ ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല. എടാ, ഈ അനാഥ പിള്ളേരെ കൂട്ടത്തിൽ എന്നെ കൂട്ടിക്കൂടെ? അനാഥ പിള്ളേരോ? നീ അവരെന്താ വിളിച്ചേ? കാണിച്ചു തരാടാ. നീ തല്ലാനാണോ? എവിടെ? ഇതൊരു നടക്ക് പോണ ലക്ഷണം ഇല്ല.
ഞാൻ ഇവന്റെ കയ്യിന്ന് 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഹ? ഊ, രാവിലെ ലഞ്ചൊക്കെ കഴിഞ്ഞോ? ആളെ കണ്ടുട്ടോ? നമ്മളിവിടെ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും. വെരി നൈസ് പില്ലോ. ഡാ, നീ ഈ പിള്ളേരെ പറ്റി എന്താ ധരിച്ച്? വ്യക്തമായ മേൽവിലാസവും അവകാശങ്ങളും ഇവർക്കുണ്ട്. ഒരാൾ അകത്ത് കിടന്ന് ഉറങ്ങുക, അതെങ്ങാനും കേട്ടാ നിന്റെ ദേഹത്തുനിന്ന് ചോര തെറിക്കും. അവക്ക് 2 വയസ്സാ, അറിയാതൊന്നും മാറിയ കണ്ടോ? ഇതാണ് ഉടമ്പടി പ്രമാണം. ലാഭമില്ലാത്തൊരു കച്ചവടത്തിനും ഈ സിദ്ധാർത്ഥം നിൽക്കില്ല. അനാഥരാണത്ര. വന്ന വണ്ടി കിട്ടില്ലെങ്കിൽ കിട്ടണ വണ്ടിക്ക് നാട്ടിപ്പോടാ. പോകാം, പക്ഷെ ഒരു അപേക്ഷയുണ്ട്. വഴിയരിയിൽ ഒരു അജ്ഞാത പ്രേതം കിടക്കണ കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത്. മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത്. ആരും റീത്ത് സമർപ്പിക്കരുത്. പോലീസിനെ കൊണ്ട് ആകാശത്തേക്ക് വെടിവെപ്പിക്കരുത്. പാവം കാക്കകൾ മനസമാധാനത്തിൽ പറഞ്ഞോട്ടെ. കത്തിക്കുമ്പോ തീ ഉപയോഗിക്കരുത്. പിന്നെ വടിയിട്ട് കുത്തി അളക്കണ പരിപാടി വേണ്ട. ശവത്തിലായാലും മറ്റുള്ളൊരു കുത്തി വേദനിപ്പിക്കുന്ന കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ കുചാല ഭക്തൻ മറ്റുള്ളവർക്ക് ഒരു ലഗേജ് ആവരുത്, പാരാവരുതെന്ന്. നീ എന്താ തലയിൽ വെച്ച് കൊണ്ടുവന്നേ? ആവില്ല. അവലെങ്കി അവല് എടുത്തകത്ത് വെക്ക്. എന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു ചാക്ക് വെച്ച് കിടത്തോ. ആ മക്കളെ, ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണമായി. ബാക്കി നമുക്ക് വെക്കാട്ടാ. Sound of the crashing waves made the villagers talk in a loud voice. ഇത് നിങ്ങളെ സ്കൂളിൽ തെറിയാണോ പഠിപ്പിക്കണേ? വെള്ളടിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്താടാ അത്? Just for change. ഓ, നിന്നെ ഒടുക്കത്താവാനായിട്ട്. മക്കളെ, നിങ്ങൾ പഠിച്ച് പരീക്ഷയിൽ തോൽക്കണം, അല്ലെ ജയിക്കരുത്. അരെ ഞാനല്ല ഇതൊക്കെ വെള്ളം പറയുന്നതാ. മക്കളെ, നിങ്ങൾ പഠിച്ചു വലുതായിട്ട് വേണം നമ്മളെ ഇറക്കി വിട്ട ആ വല്ലോന്റെ ബംഗ്ലാവ് തിരിച്ചു പിടിക്കാൻ. ഇപ്പൊ ബംഗ്ലാവ് ഇരിക്കുന്ന പൊസിഷന് എന്തൊരു കുറവ്. ഞാൻ തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞാ വലിച്ചേ. നീ പോടാ കള്ളോടിയാ. വലിച്ചോ? നിനക്കറിയില്ല, അവളുണ്ടല്ലോ, അവളെ ഞാൻ കണ്ടാ എന്റെ നെഞ്ചത്ത് കൂടെ അവള് ഉലാത്തണത്. എന്റെ തിരുപ്പതി ഭഗവാനെ, ഞാൻ കോടീശ്വരനാകുമ്പോ ഇവളെ എന്റെ വേലക്കാരി ആക്കുകയാണെങ്കിൽ നിനക്ക് ഈ തലകളിൽ ഏത് വേണേലും മൊട്ടയടിക്കാൻ എടുക്കാം. എന്റെ നീ ഈ മൊട്ടന് പിരിയാത്ത പിള്ളേരുടെ മൊട്ടയടിക്കാൻ നിന്റെ അച്ഛനാജ് ബാർബറാ. ഇതാണ് കുടിച്ചേ പൊട്ടയാണ്. മാക്സിമം കയറട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ആണാണെങ്കിൽ ഇറങ്ങി മാടി കുരുത്തം കെട്ടവളെ. നീ എന്താണ് സിദ്ധാർത്ഥിനെ പറ്റി തുടങ്ങിയില്ല നാശങ്ങള്. ഇവിടെ കുടിൽ വെച്ച് താമസിക്കുക ഇതുങ്ങളൊക്കെ ഏതാ? ഇവിടുത്തെ വലിയ യസ്മാൻ അയാളുടെ അപ്പൻ ഇഷ്ടദാനെ കൊടുത്ത സ്ഥലം അത്. നീ ആരാണ്? ഉണ്ണിയാർച്ചയാ അതോ മാർക്കറ്റ് താച്ചറാ? അല്ലേ കൂതറ സാഹിബിന്റെ മോളോ? എടി ഒരുമ്പെട്ടോളെ, നിന്നെ ഇവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ കണ്ടാ വാലും മടക്കി ഞാനൊരു പട്ടി പോലെ ഇങ്ങനെ നടക്കൂടി. ഒരാഴ്ചക്ക് ഓടിക്കൂടി നിന്നെ. ഒരാഴ്ച കൂടി കൂട്ടി കൊടുക്കാനും എഴുതാൻ കിട്ടില്ല. വൃത്തിയിട്ടവനെ പിള്ളേരുള്ള വീടാണത്. യു ഷേംലെസ് ക്രീച്ചർ, ബ്ലഡി ബുൾഷിറ്റ്. എന്ത് ബെഡ്ഷീറ്റാ ഞങ്ങളുടെ കയ്യിലുണ്ട്? ദേ എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട റാസ്കൽ. ഒരു ഇഡിയറ്റ് നീ കൂട്ടുപിടിച്ച. എന്റേത് വവ്വൽസാ. വവ്വാലോ? ഇംഗ്ലീഷിലെ വവ്വൽസാ. കളിക്കരുത്. മതി, നീ കുറച്ച് റെസ്റ്റ് ചെയ്യ്. This phone is out of range. വേണ്ട. Hey, this not reachable. www.comedy. എന്താ തമ്പുരാനറിയാ? പോടാ പട്ടി തെണ്ടി ചെറ്റെ നായിന്റെ മോനെ. എടാ ഇവള് നമ്മളെക്കാളും തറയടാ. ആ ചില്ലിന്റെ ബംഗ്ലാവല്ലേ പൊട്ടിയേ? അല്ല ബംഗ്ലാവിന്റെ ചില്ലല്ലേ പൊട്ടിയേ? അപ്പൊ അവക്ക് ശത്രു നമ്മള് മാത്രല്ല. 5 രൂപ. തേങ്ങ തന്നെ അല്ലേ? അല്ല, മാങ്ങ. നന്നായിട്ട് കുലുങ്ങുന്നില്ലല്ലോ. ഗുജറാത്തിലോട്ട് ചെല്ല്, നല്ലോണം കുലുങ്ങും. 5 രൂപ കുറച്ച് കൂടുതലാ. 2 രൂപ പോരെ? വേഷം രാജാവിന്റെയും സ്വഭാവം പിച്ചക്കാരന്റെയും. നീ അങ്ങോട്ട് കൊടുത്തേ. എന്തോരം തേങ്ങ ഇരിക്കണോ? ഒരെണ്ണം വെറുതെ തന്നൂടെ? ഇതെന്താ രാജാവ് സെല്ലട്ടോ? ഇത് 5 നോട്ടിട്ട് ആവില്ല. പിടിക്ക്. പിടിച്ചിരുന്നോ? സ്പീഡ് ചവിട്ടിഞ്ഞ
ഓണടിച്ചതാ. ഞാൻ തെറ്റിദ്ധരിച്ചു. ഇതെന്താ വഞ്ചോ തുഴഞ്ഞു പോവാൻ? ഇഷ്ടയിലേക്ക് ഇറങ്ങി നടന്നോ. എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം? ഇന്നലത്തെ വിരട്ടില് ശരിക്കും ഏറ്റു. ഞാൻ ആരാണെന്ന് ഇപ്പൊ അവൾക്ക് മനസ്സിലായി കാണും. പാവ, ഇനി പകയൊന്നും വേണ്ട, ഒന്ന് ക്ഷമിച്ചേക്ക്. ശ്രമിക്കാം. ഒഴുകൊന്നും വേണ്ട. അക്ബർ ചക്രവർത്തി ക്ഷമിച്ചിരിക്കുന്നു. ഒന്ന് മാറി നിൽക്കണോ? മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ലേ? ഇവിടെ ആരെ പ്രാർത്ഥിക്കാൻ? എടാ ഗണപതി ബാപ്പ മോളില. ഗൗരവം ഗൗരവം. മുഗൾ സാമ്രാജ്യത്തെ കിടിലം കൊള്ളിച്ച ഈ അക്ബർ ചക്രവർത്തിയെ അക്ബർ ഇൻസൾട്ട് ചെയ്യാൻ നീ ആരാടി? എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലോ. കൊല്ലിച്ചാലിവിടെ ആരൊരാള് മീശം കൊണ്ടുവരുന്നത്? എസ് ഐ തിമ്മയല്ലേ അത്? ഇപ്പൊ ആരാടോ താൻ? ഞാൻ മഹാനായ അക്ബർ ചക്രവർത്തി. അക്ബർ ചക്രവർത്തിക്ക് അങ്ങാടിയിൽ എന്ത് കാര്യം? പച്ചക്കറി വാങ്ങാൻ വന്നതാ. അല്ല, ഈ പെൺകുട്ടിയുടെ കഴുത്ത് വെട്ടാൻ. രാവിലെ മുതൽ ഞാൻ ഈ പെൺകുട്ടിയെ ഫോളോ ചെയ്യാണ്, നിന്നെ പിടികൂടാൻ. കുട്ടി വെക്കോളൂ, അക്ബറിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വേഷം മാറി എന്നെ പറ്റിക്കാവുന്ന കരുതിയോ? ഞാൻ ഈ കുപ്പായ ഇടാൻ തുടങ്ങിയിട്ട് വർഷം എത്ര എന്നറിയോ? 12 വർഷം. 12 years. അതാണ് ഇവിടെ ഒരു നാറ്റം. സാറിനതൊന്നും ഒരു കഴുകിക്കൂടെ? ഈ മീശ നോക്കി തമാശ പറയുന്നോടാ. പിടിച്ച് ഞാൻ പോലീസിൽ ചേർക്കും. ഒന്ന് കിട്ടിയാൽ എന്താ പോലീസ് ചേർക്കുമല്ലോ. ഇങ്ങനെ പോലീസ് ചേർക്കുന്നു പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനെ കൊണ്ട് ചാർത്തു നടത്താം. ഞാൻ കേട്ടു. ഇന്നലെ രാത്രി കുടിച്ച് ലക്കേട്ട് ആ കുട്ടിയുടെ ബംഗ്ലാവിന്റെ ചില്ലെറിഞ്ഞ് നടത്തല്ലേ? ഞങ്ങളല്ല. നിങ്ങളല്ലേ? ഈ മീശ നോക്കി കള്ളം പറയുന്നോടാ റാസ്കൽ. അക്ബർ ചക്രവർത്തി ക്ഷമിക്കണേ. ഏറ്റാ, ആ ബംഗ്ലാവുമായി വളരെയധികം ആത്മബന്ധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. അതുകൊണ്ട് ആ പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കുണ്ട്. 2 മണിക്കൂറിനകം ആ ഉടഞ്ഞ ചില്ല് നീ റിപ്പയർ ചെയ്ത് കൊടുക്കണം. സാർ എന്ന് പറഞ്ഞ് പൊട്ടിച്ചില്ല ഞാൻ എങ്ങനെ റിപ്പയർ ചെയ്ത് കൊടുക്കും? മിണ്ടരുത്. പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ നിന്റെ മുഖം ചളിക്കി പിളിക്കി ചിലക്കി ഉണ്ടാക്കും. നീയും പോലീസ് ചരവരിക്കുന്നോ? എന്തിനാ എന്നെ തല്ലിയേ? ഇത് ഞാൻ അവൾക്ക് കൊടുക്കാൻ വെച്ചതാ. ആ രാക്ഷസ ചില്ല് പൊട്ടിച്ചിട്ട് അത് നമ്മുടെ തലയിലാക്കിയിരിക്കുക. ഇന്ന് രാത്രി ഞാൻ എന്ത് വില കൊടുത്തും അവളെ ആ ബംഗ്ലാവിന് തുരത്തിയിരിക്കും. ഇത് സത്യം. അയ്യോ ചോര. പാതിരാത്രി ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഓ, മൂത്രം ഒഴിക്കാൻ. അതിൽ തുടരുത്. ആരാ? നിന്റെ ബാപ്പ. അയാൾ വടിയെന്നാ തോന്നണേ. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചല്ലോ, ഓർമ്മയുണ്ടല്ലോ? പഠിച്ചത് ഓർമ്മയുണ്ട്. ഞാൻ എന്നേ 10ാം ക്ലാസ് പാസ്സായ. ഇങ്ങോട്ട് വാടാ. അമ്മ ഇതൊരു പച്ചില പാമ്പ്. പാമ്പല്ല, അത് ചേമ്പ. ഞാൻ സമയം കുളിച്ചോളാം. ആ കുളിയല്ല, പ്രേതം. പ്രേതോ? എവിടെ? അവിടെ. ശബ്ദിക്കരുത്, ശബ്ദിക്കരുത്. വർഷങ്ങളായി ഞങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന പ്രേതാലയമാണിത്. ഞങ്ങളുടെ ഭാർഗവി നിലയം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഐ വാണ്ട് ബ്ലഡ്. ഈ സാധനത്തിന്റെ രക്തം കുടിക്കേണ്ട സമയമായി. ഞാൻ ഈ വേലക്കാരിയുടെ രക്തം മൂറ്റി കൊടുക്കട്ടെ ഡ്രാക്കുള? വേണ്ട ഊളേട്ട, നമ്മൾ തറവാട്ടി പറഞ്ഞ പ്രേതങ്ങളാ. വെറും ഒരു വേലക്കാരിയുടെ രക്തം കുടിപ്പിച്ച് നമ്മുടെ കുഞ്ഞിനെ ഒരു സർവന്റ് ആക്കി മാറ്റരുത്. നമുക്ക് മുതലാളിച്ചിന്റെ രക്തം കുടിക്കാം. 1500 വർഷം പഴക്കമുള്ള ഡ്രാക്കുളയാണ് പറയുന്നത്. നാളെ തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടോളണം. രക്തദാഹികളായ പ്രേതാത്മാക്കളുടെ കൽപ്പന ലംഘിച്ചാൽ എങ്കിൽ തൽക്കാലം ഞങ്ങൾ ഉപദ്രവിക്കാതെ പോകുന്നു. നാളെ നിങ്ങൾ പോയില്ലെങ്കിൽ നാളെ ഞങ്ങൾ സ്ട്രോയുമായി വന്ന് നിങ്ങളുടെ തലയിൽ ഓട്ടിയിട്ട് ഞങ്ങൾ ബ്രെയിൻ ജ്യൂസ് കുടിക്കുമ്പോൾ നിങ്ങൾ പോണോ അല്ല ഞങ്ങൾ പോണോ? നമുക്ക് തിരിച്ച് പാലയിലേക്ക് പോകാം. ഞാൻ മാറ്റി വഴിക്കുള്ളൂ. 7 പാലയിലേക്ക് പോകാം.
നിന്നെ ഞാൻ എടുത്തോളാം. വേണ്ട, നീ ആ കുഞ്ഞിനെടുത്താ മതി. ഞാനിതുപോലെ ആരും പേടിപ്പിച്ചിട്ടില്ല. ഇനിയിട്ട് പേടിപ്പിക്കാൻ പറ്റില്ല, അത്ര പേടിപ്പിച്ചു. ഇത് എന്തായാലും മനുഷ്യജന്മം കൊണ്ട് നടക്കാത്ത ഈ കാര്യം പിശാചിന്റെ ഈ വേഷം കൊണ്ട് നടന്നു. നിനക്കതിന് സാധിച്ചു. ഈ ബംഗ്ലാവിൽ ഞാൻ ഇതിനു മുമ്പ് യക്ഷയെ കണ്ടിട്ടില്ല. നമ്മള് പ്രേതങ്ങളായി ചെന്നപ്പോ എണചേരാൻ വന്നതായിരിക്കോ? ഓടവിടുന്ന്. അയ്യോ, നീ കണ്ടത് കണ്ടു, ഞങ്ങൾ ഇതിനെ വിളിച്ച് കാണിക്കണേ. മതി, ഇനി പേടിപ്പിച്ച അവര് ചത്തുപോകും. വാ. My duty. ചെന്നെ ബട്ടമിട്. വഴി മാറ്. അത് ആരെ? ഇപ്പോ. മുഖം മുഴുവൻ കള്ള ലക്ഷണം. Silence. മുഖം മുഴുവൻ കള്ള ലക്ഷണം. എന്നിട്ട് വേഷം കണ്ടില്ലേ? വിവേകാനന്ദൻ. വിവേകാനന്ദൻ. അവന്റെ ഒരു നിപ്പ് നോട്ടം. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. സമയം കഴിയാതെ അവൻ ഇറങ്ങി വരില്ല. ഓഹോ, അങ്ങനെയാണ്. എങ്കിൽ ഇറക്കാൻ പറ്റുമോ? ഞാനും നോക്കട്ടെ. എടോ, ഞാൻ അങ്ങോട്ട് വരണോ അതോ താൻ ഇങ്ങോട്ട് വരുമോ? കണ്ടില്ലേ? കേട്ട ഭാവില്ല. ശരിക്കും സാറിന് ഇൻസൾട്ട് ചെയ്യാ. ആണോ? എങ്കിലും അവനെ ഇറക്കിയിട്ട് തന്നെ കാര്യം. ഇതൊരു മത്സരമാണ്. എനിക്കും ഇതൊരു മത്സരമാണ്. പോലീസിനെ മെനക്കെടുത്തി അവൻ അടങ്ങും. ചാവട്ടി അവന്റെ നട്ടല്ലൊടിച്ച കൊണ്ട്. ഏത് ഭാഗത്താണ് അതിന്റെ നട്ടല്? അയ്യോ വേണ്ട സാർ, ഞാൻ അങ്ങോട്ട് വന്നോളാം. എന്റെ ആരാധകർ, ഞാനൊരു വിവേകാനന്ദനാണ്. സാർ, ഈ മത്സരത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് തോക്കുന്നത്. ഒരിക്കൽ വാൺ ചെയ്ത് വിട്ടതാണ്, പക്ഷെ വീണ്ടും നീ അത് ആവർത്തിച്ചു. സാർ, സത്യമായിട്ട് ഞാൻ ഈ കുട്ടിയുടെ ബംഗ്ലാവിന്റെ ചില്ലോടിച്ചിട്ടില്ല. വിവേകാനന്ദ സ്വാമി ക്ഷമിക്കണേ. കാഷായ വേഷം ധരിച്ച് കള്ളം പറയുന്നോടാ റാസ്കൽ. ഇതൊന്ന് വാങ്ങിച്ചേ. എന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിനിടയിൽ പരസ്യമായി കൈക്കൂലി തന്ന് എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു സഹോദരാ. അമ്മോ, ഇത് കൈക്കൂലിയല്ല, സാറിനുള്ള സമ്മാനമാണ്. സമ്മാനം? ഈ നിൽക്കുന്ന ഞങ്ങളുടെ നിശ്ചലനായ മനുഷ്യപ്രതിനെ ചലിപ്പിച്ചതിനുള്ള ഈനാം. ആഹാ, ഇത് കൊള്ളാമല്ലോ. നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ. എന്റെ 2 മാസത്തെ ശമ്പളം അത്. ഓഹോ, എന്തൊക്കെയാണ് നിങ്ങളുടെ മറ്റ് അട്രാക്ഷൻസ്? ഈ പ്രതിമയെ തള്ളിക്കരയിച്ചാൽ ഇനി സമ്മാനം കിട്ടും. അയ്യോ, ഇതെന്താണെന്നറിയാം? പേപ്പർ. അയ്യോ, ഡിപ്പാർട്ട്മെന്റിന് ഈ കുട്ടി രേഖാമൂലം എഴുതി തന്ന പെറ്റീഷൻ. ഈ കുടക് ദേശത്തെ ശത്രുവായി ഈ കുട്ടിക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ, അതാണ് നീ. മാനസികമായും ശാരീരികമായും ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഏക ഉത്തരവാദി നീയാണ്. പെറ്റീഷൻ ഞാൻ ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി ചില്ലൊടച്ചതിന്റെ നഷ്ടപരിഹാരമായി ഈ കുട്ടി ആവശ്യപ്പെടുന്ന തുക 23.25 മണിക്കൂറിനകത്ത് നീ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് നീ പോലീസിൽ ചേരാൻ തയ്യാറായിക്കോളൂ. സാർ, ഞാൻ ദിസ് ഈസ് മൈ ലാസ്റ്റസ്റ്റ് വാർണിംഗ്. കം ഓൺ. ഇവിടെ ഇരിക്കണ്ട, അകത്ത് ബാത്റൂം ഉണ്ട്. എല്ലാം കഴിഞ്ഞു. ഇനി എന്ത് ബാത്റൂം? തിരുമീതുകൊണ്ട് ഒഴിഞ്ഞതുകൊണ്ട് എന്റെ മനസ്സിനേറ്റ മുറിവ് മാറില്ല. ആ പണ്ടാറക്കാരിയുടെ ഗുണ്ടായുസം കളിക്ക് ദൈവം ശിക്ഷ നൽകണം. എന്റെ തിരുപ്പതി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ആരാ ഒരു മുട്ട തരിക? അയ്യോ. ഹായ്.
നന്നായി. എന്റെ തിരുപ്പതി ഭഗവാനെ, അവൾക്കൊരു തിരിച്ചടി കിട്ടാൻ ദേ ഞാൻ ഈ ഇളം മുട്ട അവിടത്തേക്ക് നേർച്ചയായിട്ട് നൽകുന്നു. ശരി 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 ശരി. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. കിട്ടി, ശരിക്കും കിട്ടി. നിനക്കും കിട്ടിയാ? ഇതാ കിട്ടില്ലല്ലോ, ഇത് വേറെ കിട്ടില്ല. അമ്മേ! അയ്യോ, ചൂടുവെള്ളം. അതിരുന്നപ്പോ മനസ്സിലായില്ലേ? അറിഞ്ഞോ? ആ പൂജാരി മൂജ മൂജ? തെറ്റിക്കരുതേ. ആ മൂദേവി പൂജ ബോധമില്ലാതെ ആശുപത്രി കിടക്കാം. നേരോ? ആ, നേരിട്ട് ചെന്ന് കണ്ടിട്ട് എന്നെ പറഞ്ഞേ, കൺഫേംഡ്. എന്റെ മുട്ടപ്രിയനായ തിരുപ്പതി ഏഴുമല വെങ്കടേശ, ഈ ഇളം മുട്ട നിനക്ക് അത്രയ്ക്ക് ഇഷ്ടായോ? നാവുകൊണ്ട് നേർന്നുള്ള അപ്പൊ തന്നെ ബലം കിട്ടി. ഇതെന്റെ ഗോഡി കോംപ്ലൈറ്റാ, ദൈവത്തിന്റെ മുട്ട. ഓ, എന്തായാലും നമുക്കിത് ആഘോഷിക്കാം. ഗാഡി സ്റ്റോപ്പ് മാടി. തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട, തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട ഗോവിന്ദ. എവിടെ? ഹായ്, തിരുപ്പതി മുട്ട ഗോവിന്ദ. ഈ കുട്ടിക്ക് വേണ്ടി നേർന്ന നേർച്ച മുട്ട ഏത്? ഒന്ന് നേരി കാണിക്കാൻ കൊണ്ടുവന്നതാ. മോളി കിടപ്പ് കണ്ട ഉറങ്ങും. എന്തൊരു പാവ ബില്ലാന്തി. അമ്മ അമ്മുമ്മ, അശായി അമ്മ അമ്മുമ്മ അല്ലേ? നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. ഇവളെ വെറുതെ നടന്ന എന്നെ കാശ് കൊടുത്ത് തല്ലിച്ചവളാ. എല്ലാം ഡോക്ടർ പറഞ്ഞു. ആഹാ. പാവ എന്റെ മോൻ. അയ്യോ. പാവാണെങ്കിൽ മോളെ വല്ല മറത്തി കൊണ്ട് ചേർക്ക്. ആദ്യം സിസ്റ്ററോ, പിന്നീട് മദർ ആയിക്കോളും. അല്ല, അവിടെ ഫാദേഴ്സ് എല്ലാം ഉണ്ടല്ലോ. സംസാരിച്ച സമയങ്ങളെ എന്റെ വാച്ചില്ല. ഞാനിന്നെ അറച്ചമുട്ടൊന്ന് ഒഴിഞ്ഞെടുത്തോട്ടെ. എടി ശൂർപ്പണകെ, മണ്ടോതിരി, മന്ദാകിനി. സോറി, ഞാൻ നിങ്ങളെ വിളിച്ചല്ലോ, മോളെ വിളിച്ചതാ. ദേഷ്യം കൊണ്ടാ. ഞാനൊരു നേർച്ചമുട്ട നേർന്നപ്പോഴേക്കും ദൈവം നിന്നെ വീഴ്ത്തി. ഇനി നീ ഇവിടുന്ന് എഴുന്നേക്കുമ്പോഴേക്കും ഞാൻ അടുത്ത മുട്ട നേരും. അതിലും നീ വീഴും. ഇതുപോലെ കിടക്കും. അവിടെ നിന്ന് എഴുന്നേക്കുമ്പോ ഞാൻ അടുത്ത മുട്ട നേരും. അതിലും നീ വീഴും. അവിടെ നിന്ന് സുഖമായിട്ട് അടിക്കുമ്പോ ഞാൻ ഇവന്റെ വേണ്ട. ഇത് എന്റെ അച്ഛന്റെ അമ്മ തട്ടിപ്പോവാൻ വേണ്ടി എന്റെ അമ്മ ഉടുമ്പിൽപേട്ടയ്ക്ക് നേർന്നേക്കണതാ. ആ മുട്ട പൊട്ടിപ്പൊട്ടരാ. എല്ലാം കഴിഞ്ഞ് അവസാനം എന്റെ ഒരു മൊട്ടടിയുണ്ടീ, ബുൾസൈ പോലെ. അതോടുകൂടി നീ പൊട്ടാറടങ്ങി അമ്മേ വല്ലതിന്റെ എന്ന് പറഞ്ഞ് കിടക്കൂടി വെള്ളപ്പിശാശേ. ദേ കണ്ണു തുറക്കണ കണ്ട, ബന്ധു കഴിഞ്ഞിട്ട് ചില കടകള് തുറക്കണ മാതിരിയാ. എന്താടി നോക്കണേ? നേർച്ച മുട്ട കണ്ടോ? കണ്ണുമിഴിച്ചു കണ്ടോ? കണ്ടാ, ബോധം വീണില്ല, അപ്പോഴേക്കും ചെറ്റാന്ന് വിളിച്ചു. ആ, എന്താ ചേട്ടാ ഇത്? ചേട്ടനാ? ആര്? നല്ല ആളാ, കിടന്നോളൂ, ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാ. ആ ഡോക്ടർ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇതെന്റെ ഭർത്താവാ. ഇതെന്റെ മക്കളാ. ഈ കുരങ്ങനില്ല കേട്ടോ. എന്റെ മോള്, ഓ എന്റെ പൊന്നുമോള് പേടിച്ചു പോയോ? അമ്മയ്ക്ക് ഒന്നുമില്ലടാ. കണ്ട, അപ്പോഴേക്കും മുട്ട കണ്ടില്ലേ ഡോക്ടർ? ഇതാ സ്വഭാവം. എനിക്കൊന്ന് തല ഇറങ്ങിയാ മതി, അപ്പോഴേക്കും നേരും. പക്ഷെ സ്നേഹം കൊണ്ടാ. ബോധം പോണതിന് മുമ്പ് ചേട്ടനെ കൊണ്ട് ലോകനാർക്കാവിൽ ശയനപ്രദർശനം നടത്താൻ നേർന്നിട്ടുണ്ട്. ശയനപ്രദക്ഷിണ എന്നെ കിട്ടുന്നില്ല, നിന്റെ അച്ഛനെ കൊണ്ടേക്ക്. എന്താ ഏട്ടാ ഇത്? പിള്ളേരുടെ മുമ്പിലെ ചണങ്ങിനൊക്കെ പറയണേ. അച്ഛനെ കണ്ടല്ലേ കുട്ടികളും പഠിക്കുക. അച്ഛനാ? അമ്മ തുടക്കം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ വല്ല ക്ലിന്റൺ മൊണീക്ക. മനുഷ്യനോട് പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോൾ അവന്റെ ഒരു ഞൗണിക്ക. പൂജമോളെ എന്താ ഇതൊക്കെ? ആരാ ഇവരൊക്കെ? എന്തിനവര് വീണ്ടും വന്നേ? മറ്റാരുമല്ല, എന്റെ ബന്ധുക്കളാ. മുട്ട നേർച്ച ഉൾട്ടി അടിച്ചെന്ന് തോന്നണേ. ഡോക്ടർ, എന്താ ഇതൊക്കെ? ഒക്കെ പറഞ്ഞുതരാം, വരൂ. വേണ്ട വേണ്ട, ഞാൻ പോവാ. ഇനി ഇവിടുന്ന പ്രശ്നം. മിസ്റ്റർ സിദ്ധാർത്ഥൻ, പ്ലീസ് കം. വേഗം കമ്മാൻ ചെല്ല്. എന്റെ കുട്ടികൾ ധൃതിയില് വന്നോണ്ടൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. തേങ്ങ, ആഹാ എന്ത് ചർച്ചത്താലും തേങ്ങ ഒരു പോലെ. സത്യം കേട്ടോളൂ ഡോക്ടർ, മുഖം നോക്കി ചീത്ത വിളിച്ചിട്ടുണ്ടെന്നല്ലാതെ ഭർത്താവെന്നോ അച്ഛനെന്നോ വിളിക്കാനുള്ള ഒരു തെറ്റും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ചെയ്തിട്ടില്ല. ഡോക്ടറെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കും. ആ കുട്ടിയുടെ അസുഖം എന്താണെന്നറിയാവോ തനിക്ക്? വട്ട്. വാട്ട്? വാട്ടല്ല, വട്ട്. വായിക്ക് ദീർക്കില്ല. മിസ്റ്റർ സിദ്ധാർത്ഥൻ, റീസെന്റ് മെമ്മറിയിൽ എവിടെയോ പതിഞ്ഞ രൂപം ഇപ്പൊ ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. നിങ്ങളിലൂടെ എനിക്ക് ആ കുട്ടിയുടെ മനസ്സിലെത്താനൊക്കൂ. എന്ന് വെച്ചാ? അവൾ പറയുന്നത് എന്തും തൽക്കാലം അംഗീകരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഡോക്ടർ? ഒരിക്കലും തിരിച്ചറിവ് കിട്ടാതെ ആ കുട്ടിയുടെ മനോനില വഷളാകും. ചിലപ്പോൾ ഭ്രാന്തിന്റെ ചേഷ്ടകൾ പോലും കാണിച്ചേക്കാം.
അപ്പൊ എന്റെ സഹായം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കല്ലോ ഡോക്ടർ? യെസ്. ഓ, അപ്പൊ എന്റെ നേരത്തെ ശരിക്കും വലിച്ചു. ഇനി ഇതിന്റെ പേരിൽ പടക്കം പൊട്ടിച്ച് എനിക്ക് വീണ്ടും ആഘോഷിക്കണം. മിസ്റ്റർ സിദ്ധാർത്ഥൻ, ഒരല്പം മനുഷ്യത്വം. ഇല്ല ഡോക്ടർ, എന്റെ മനുഷ്യത്വം ഹൃദയസ്തംഭനം കൊണ്ട് നേരത്തെ മരിച്ചു. അവൾക്ക് മുഴുവട്ടായി കഴുത്തിലും കാതിലും ചെമ്പരത്തിപ്പൂവും വെച്ച് ഇംഗ്ലീഷിൽ തെറിയും തുപ്പി അവൾ ഈ കൊടക് തെരുവിലൂടെ ദാ ഇങ്ങനെ തുള്ളി നടക്കുന്നത് എനിക്ക് കാണണം. അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. കൊള്ളാം, ഗംഭീരൻ പെർഫോമൻസ്. ഇതെന്താണെന്ന് ഓർമ്മയുണ്ടോ? Yes. ഈ കുടകിൽ വെച്ച് മാനസികമായും ശാരീരികമായും എന്ത് സംഭവിച്ചാലും അതിന് ഏക ഉത്തരവാദി താനാണ് എന്ന് സ്വന്തം കൈപ്പടയിൽ രേഖാമൂലം അവൾ എഴുതി ഏൽപ്പിച്ച പെറ്റീഷൻ. സാർ, അതിന് ഞാൻ കാരണം അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇതിൽ കൂടുതൽ ഇനി എന്താണ് സംഭവിക്കാനുള്ളത്? സത്യമായിട്ട് ഇതിന് മാത്രം ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ, രാവണനെ കൊന്ന രാമനാണോ? അതെ. കംസനെ കൊന്നത് കൃഷ്ണനാണോ? അതെ. ഭഗനെ കൊന്നത് ഭീമനാണോ? അതെ. എങ്കിൽ അവളെ കൊല്ലാൻ ശ്രമിച്ചതും താനാണ്. അതെ. ആണല്ലേ? അയ്യോ, അത് ഞാനല്ല. അപ്പൊ പിന്നെ ബാക്കിയല്ല താനാണോ? അയ്യോ, അതും ഞാനല്ല. പഴയ കേസ് എന്റെ തലേ കെട്ടി വെക്കാൻ നോക്കല്ലേ സാറേ. സൈലൻസ്. തിരിച്ചറിവ് കിട്ടി എന്നവൾ രേഖാമൂലം താൻ ശത്രുവല്ല എന്ന് എഴുതി തരുന്നുവോ അന്നേ നിയമത്തിന്റെ ശിക്ഷയിൽ നിന്നും തനിക്ക് രക്ഷയുള്ളൂ. തിരിച്ചറിവ് കിട്ടിയാലും അവളെന്നെ ഒറ്റ കൊടുക്കും. അത് തന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഈ നിമിഷം മുതൽ ഡോക്ടർ പറയുന്ന എന്തും നീ അനുസരിച്ചിരിക്കണം, അവൾ പറയുന്ന എന്തും നീ അംഗീകരിച്ചിരിക്കണം. സാർ, ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തരണം. നിനക്ക് കരുതി വെച്ച ശിക്ഷയിൽ ഇത് എത്രയോ നിസ്സാരം. ഡോക്ടറോടൊപ്പം പോകും. സാർ, ഞാൻ പോകാൻ. വരൂ. ഇത് ഡോക്ടറോ അത് ആരാച്ചാരോ?